സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വരുന്നവര് എട്ടുകാലി മമ്മൂഞ്ഞാകുന്ന അവസ്ഥയാണിപ്പോൾ. കാന്തപുരത്തിന് ശേഷം അടുത്തയാൾ വന്നിരിക്കുകയാണ്, സ്വാമി ചിദാനന്ദപുരി. അദ്ദേഹവും പള്ളിയോട് ചേർന്ന് കൂടം പണിതതിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ടെന്നാണ് ചിദാനന്ദപുരിയും പറയുന്നത്. അദ്ദേഹം പാലക്കാട് നടത്തിയ എന്തോ ഒരു പ്രവർത്തനത്തിൻ്റെ ഇത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ക്രൈസ്തവ മിഷണറിമാരെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. പള്ളിക്കുടമെന്നും പള്ളിവേട്ടയെന്നും പള്ളി ഉറക്കമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ പറയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്വാമി ചിദാനന്ദപുരിയോടും അത് കേട്ട് ചിരിച്ച അല്ലെങ്കിൽ അതിനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, സ്വാമി ചിദാനന്ദപുരി അവിടെ പറഞ്ഞ കാര്യത്തിന്മേൽ ഒരുപാട് സാമ്യതകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം ഉണ്ടായതാണ് പള്ളിക്കൂടം എന്നൊക്കെ പറയുമ്പോൾ സ്വാമി ചിദാനന്ദപുരി വളരെ ആലോചിച്ച് ശ്രദ്ധിച്ചുമൊക്കെ പറയേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. സ്വാമി ചിദാനന്ദപുരി വളരെയധികം കാര്യങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. പല രീതിയിലുള്ള വീഡിയോസുകളും മറ്റുള്ള പ്രഭാഷണങ്ങളും പലതുമൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഈ വരുന്നവർ എട്ടുകാലി മമ്മൂഞ്ഞ എല്ലാം നമ്മൾ ചെയ്തതാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യകാലങ്ങളിൽ ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടവർ ചെയ്തതിന് ശേഷം അത് നമ്മൾ ചെയ്തതാണ്. അത് എല്ലാവർക്കും എടുക്കാൻ പറ്റും. കാരണം ആദ്യകാലത്തുള്ള ആ പ്രയത്നവും അതിലുണ്ടാകുന്ന വിഷമതകളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല, ഇവർക്ക് അറിയേണ്ട കാര്യമില്ല. പിന്നീട് വരുന്നവർക്ക് അതെന്താണ് അത് എന്നിട്ട് പറഞ്ഞാൽ മതി, അതിൽ നമ്മളും ഉണ്ടായിരുന്നെന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം. അപ്പം ഇദ്ദേഹം പറയുന്നത്, സ്വാമി ചിദാനന്ദപുരി പറയുന്നത്, പള്ളിക്കുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പള്ളിയോട് ചേർന്ന് ഉള്ള കുടം പള്ളിക്കുടം എന്നാണ്. അതൊരു വിഡ്ഢിത്തമാണെന്നാണ് സ്വാമി ചിദാനന്ദപുരി പറയുന്നത്. പള്ളിയോട് ചേർന്ന് കൂടം വന്നു, അത് ഒരു വിഡ്ഢിത്തമായിട്ടൊക്കെയാണ് തോന്നുന്നുണ്ടെങ്കിൽ സ്വാമി ചിദാനന്ദപുരി ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ചിദാനന്ദപുരിയെ കേട്ടിട്ട് അത് ഷെയർ ചെയ്യുകയും അതിൽ ക്രിസ്ത്യാനികളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ കമൻറ്റ് എഴുതിയിടുന്ന ആൾക്കാരോടും പറയാനുള്ളത്, നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. എന്തെക്കാളും ചിദാനന്ദപുരി പറഞ്ഞ ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. കാലം പോയി ഇന്നിപ്പോൾ പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുക എന്താ പള്ളിക്കൂടം? പള്ളിയോടനുബന്ധിച്ചുള്ള കൂടം, അതാണ് പള്ളിക്കൂടം എന്ന് പറയും. എന്ത് വിഡ്ഢിതാന്ന് ആലോചിച്ച് നോക്കൂ. സ്വാമി ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ക്രിസ്ത്യൻ മിഷണറികളാണ്. അങ്ങനെ ക്രിസ്ത്യൻ മിഷണറികൾ പള്ളിയോടനുബന്ധിച്ച് വിദ്യാലയങ്ങൾ ആരംഭിച്ചത് കൊണ്ടാണ് പള്ളിക്കൂടം എന്ന് പേര് വന്നത്. എളുപ്പമായി പറയാൻ. സ്വാമി ചിദാനന്ദപുരി പറഞ്ഞത് ക്രിസ്ത്യൻ മിഷണർമാരാണ് പള്ളിക്കൂടം തുടങ്ങിയത് എന്നാണ്. പക്ഷേ സ്വാമി ചിദാനന്ദപുരി ഒരു കാര്യം മനസ്സിലാക്കണം, പള്ളിയോട് ചേർന്ന് കൂടം ഉണ്ടാകുന്നതിന് മുമ്പും വേറെ സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ചിദാനന്ദപുരി പറഞ്ഞ കാര്യത്തിന്മേൽ ഒരു പ്രധാന വിഷയമായിട്ട് വരുന്നത്, ഈ മിഷണറിമാർ എന്തോ വലിയ പാതകം ചെയ്യുന്നുള്ള രീതിയിലാണ് ഈ കാലഘട്ടത്തിലുള്ള പല ആൾക്കാരും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും പല കമൻറ്റുകളും പല എഴുത്തുകളും ഒക്കെ കാണുന്നത്. മിഷണറിമാർ ചെയ്ത പാതകങ്ങളല്ല, മിഷണറിമാർ ചെയ്ത നന്മകൾ കുറേ പറയാനുണ്ട്. ഈ പള്ളിയോട് ചേർന്ന് കൂടം പണിതാണല്ലോ ഇപ്പം സ്വാമി ചിദാനന്ദപുരി പറഞ്ഞത്. ഈ മിഷണറിമാർ കാരണം ഐത്താചാരത്തിൽ കിടന്ന പലരും എഴുത്തും വായനയും പഠിച്ചു. കാരണം അവരെ വിദ്യ അഭ്യസിപ്പിക്കാൻ പോലും പാടില്ല എന്നുള്ളത് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു. അത് സ്വാമി ചിദാനന്ദപുരിയും ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരുന്നു. മതോപദേശങ്ങൾ പഠിപ്പിക്കുകയോ വേദവാക്യങ്ങൾ ഉച്ചരിക്കുകയോ ബ്രാഹ്മണനെ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന ശൂദ്രനെ അവൻ്റെ നാവ് മുറിച്ച് കളയണമെന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കൊരു കാരണവശാലും ശൂദ്രനായിട്ടുള്ള ആളിനെ നിങ്ങളുടെ മത ഉപദേശങ്ങളോ വേദവാക്യങ്ങളോ പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് മറ്റെന്ത് ഗായിക പഠിപ്പിക്കാൻ പറ്റുമായിരുന്നു സ്വാമി? അതുപോലെ തന്നെ അവൻ മനഃപൂർവ്വം വേദപാരായണത്തിന് ചെവി കൊടുത്താൽ ഉരുക്കിയ വെളുത്തീയമോ കോലരക്കോ ഒഴിച്ച് അവൻ്റെ ചെവികൾ നിറയ്ക്കണം.
അവൻ വേദപാഠങ്ങൾ ഉരുവിട്ടാൽ അവൻ്റെ നാവ് മുറിച്ചു കളയണം. അവൻ ആ പാഠങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അവൻ്റെ ശരീരം രണ്ടായി നെടുകെ പിളർക്കണം. ഇതും നിങ്ങൾക്ക് ബാധകമായിരുന്നല്ലോ സ്വാമി ചിദാനന്ദപുരി. ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മറ്റൊരാളെ അക്ഷരാഭ്യാസം പഠിപ്പിക്കാൻ പറ്റും? കാരണം താഴ്ന്ന ജാതിക്കാർ, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഉയർന്നു നിൽക്കുന്ന ജാതിയിലുള്ളവരും താഴ്ന്ന ജാതിയിലുള്ളവരും ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഒരു വേദം പഠിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മതോപദേശം പഠിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് സാധിക്കുമായിരുന്നു? നിങ്ങൾ ഓരോ പാർട്ടായിട്ട് തിരിച്ചായിരുന്നല്ലോ പലരെയും കണ്ടുകൊണ്ടിരുന്നത്. ഒരിക്കലും ഒരിടത്ത് ഒരുമിച്ച് കൂടിയിരിക്കാൻ നിങ്ങൾ പറയുന്ന ഉയർന്ന ജാതിയിലുള്ളവരും നിങ്ങൾ പറയുന്ന താഴ്ന്ന ജാതിയിലുള്ളവരുമായിട്ട് ഒരുമിച്ചിരിക്കാൻ പോലും സാധ്യത ഇല്ലായിരുന്നല്ലോ. പിന്നെ പറയുന്നത് മനുസ്മൃതിക്കകത്ത് പറയുന്നത് ശൂദ്രന് ബോധനം നൽകരുത്, നേർച്ച കഴിച്ച ആഹാരത്തിൻ്റെ നെയ്യുടെ ഉച്ഛിഷ്ടം അവന് കൊടുക്കരുത്, അവനെ നിയമം പഠിപ്പിക്കുകയോ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ അവനോട് ഉപദേശിക്കുകയോ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ അവനെ നിയമം പഠിപ്പിക്കുന്നവനും മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ അവനോട് ഉപദേശിക്കുന്നവനും നിശ്ചയമായും അവനോടൊപ്പം അസംപ്രദം എന്ന നരകത്തിൻ്റെ അന്ധകാരത്തിൽ താഴ്ന്നു പോകുന്നു. മനുസ്മൃതി അധ്യായം 4 ശ്ലോകം 78 മുതൽ 81 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്വാമി ചിദാനന്ദപുരി. ശൂദ്രന് ബോധനം നൽകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോധനം, അവനെന്നും അടിമത്തത്തിൽ തന്നെ കിടക്കണം, ഉയർന്നു വരാൻ പാടില്ല. അവന് ബോധമായിട്ടുള്ള ഒന്നും സംസാരിക്കാനോ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ട ആവശ്യം അവനില്ല. എന്തുകൊണ്ട്? അവിടെ താന്ന് കിടക്കണവർ. ആഹാരത്തിൻ്റെ നെയ്യുടെ ഉച്ഛിഷ്ടവും അവന് കൊടുക്കരുത്. ഇത് ഞാൻ പറഞ്ഞല്ല, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പറഞ്ഞല്ലത്. അത് എൻ്റെ നേരെ വരുമ്പോഴത്തേന് നിങ്ങൾ ചിന്തിക്കണം, ഈ പുസ്തകങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പോയി ഒന്ന് വായിച്ചു നോക്കിയിട്ടൊക്കെ വേണം വരാൻ. നിങ്ങളിത് വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സ്വാമി ചിദാനന്ദപുരിയോട് എനിക്ക് പറയാനുള്ളൂ, പള്ളിയോട് ചേർന്ന് കൂടം പണിതപ്പോൾ ആ പള്ളിക്കൂടത്തിന് പരിസരത്തുള്ളവരും അല്ലാത്തവരുമായിട്ട് ഒത്തിരി മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അടിമത്തത്തിൽ നിന്ന് പല ആൾക്കാരും ഒരു മോചനം ലഭിച്ചിട്ടുണ്ട്. അടിമകളായി എന്നും ജീവിക്കേണ്ട പല ആൾക്കാർ, അക്ഷരാഭ്യാസമില്ലാതെ എന്നും ജീവിക്കേണ്ട ആൾക്കാർ, നിങ്ങൾ അയിത്തം പ്രഖ്യാപിച്ച് മാറ്റി നിർത്തിയ പല ആൾക്കാരും മുൻനിരയിലേക്ക് വരാനുള്ള കാരണം ക്രൈസ്തവ മിഷണന്മാർ അവർക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്കത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ചിലവർ പറയും അവർക്ക് പാൽപ്പൊടിയും ഗോതമ്പും ഒക്കെ കൊടുത്ത് മതം മാറ്റിയെന്ന്. അതിനേക്കാൾ നല്ല ഭക്ഷണം കൊടുത്ത് എന്തുകൊണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസവും കൊടുത്ത് നല്ല വസ്ത്രവും കൊടുത്ത് നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല? അത് വേറൊരു വശമല്ലേ, നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. മനുസ്മൃതി അധ്യായം 4 ശ്ലോകം 99 പറയാണ്, അവ്യക്തമായോ ശൂദ്രന്റെ സാന്നിധ്യത്തിലോ ഒരിക്കലും ഉരുക്കഴിക്കരുത്. നിശാന്ത്യത്തിൽ ഭേദം ഉരുക്കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണമുണ്ടെങ്കിലും വീണ്ടും ഉറങ്ങുകയും വരുത്. ശൂദ്രൻ എങ്ങാനും എടുത്ത് വായിച്ചു പോയാലോ? ശൂദ്രൻ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഭേദം ഉരുക്കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണമുണ്ടെങ്കിലും ഉരുക്കഴിച്ചവൻ എന്ത് ചെയ്യലും ഉറങ്ങരുത്. ആ വേദത്തിലുള്ളവൻ ഉള്ളത് എങ്ങനെങ്കിലും വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്താലോ? അത്രയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നു. സ്വാമി ചിദാനന്ദപുരിക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ അടുത്ത് നിൽക്കാൻ ഉയർന്ന, നിങ്ങൾ തന്നെ പറയുന്ന ഉയർന്ന ജാതിക്കാരുടെ അടുത്ത് നിങ്ങളുടെ ആൾക്കാർക്ക് എങ്ങനെ അടുത്ത് ചെന്ന് നിൽക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അത്രയ്ക്ക് ഒരു അകൽച്ച നിങ്ങൾക്കുണ്ടായിരുന്നു. ശാങ്കര സ്മൃതി പേജ് 229 പറയുന്നത്, ശുദ്ധിയെ ആഗ്രഹിക്കുന്ന ബ്രാഹ്മണ ജാതികൾ തന്നിൽ താണ ശൂദ്രാദികളെ തൊട്ടാൽ കുളിക്കണം. തീണ്ടിയാൽ കുളിയുള്ള ജാതിക്കാരെ അടുത്താലും കുളിക്കണം. താണജാതിക്കാർ തൊട്ട കുളം, കിണർ മുതലായവ തൊട്ടാലും ചൂലുകൊണ്ടടിച്ച ദിക്കിൽ തളിക്കുന്നതിന് മുമ്പായി ചവിട്ടിയാലും കുളിക്കണം. ബ്രാഹ്മണ ജാതികൾ തന്നിൽ താണ ശൂദ്രാദികളെ തൊട്ടാൽ കുളിക്കണം. തീണ്ടിയാൽ കുളിയുള്ള ജാതിക്കാരെ അടുത്താലും കുളിക്കണം. അടുത്തൂടെ പോയാൽ മതി. അത്രയ്ക്ക് ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു ക്രൈസ്തവ മിഷന്മാര് പള്ളിയോട് ചേർന്ന് കൂടം പണിതുകൊണ്ട് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ? മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ബ്രാഹ്മണനെ കാണുമ്പോൾ നായർ 4 അടിയും, ബ്രാഹ്മണനെ കാണുമ്പോൾ കണിയാൻ 24 അടിയും, ബ്രാഹ്മണരെ കാണുമ്പോൾ ചോകൻ 36 അടിയും, ബ്രാഹ്മണരെ കാണുമ്പോൾ പുലയർ പറയർ തുടങ്ങിയ അയിത്ത ജാതിക്കാർ 96 അടിയും, നായർ ചോകർ 12 അടിയും,
നായർ പുലയർ പറയർ 96 അടിയും ചോയർ 36 അടിയും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുമിച്ചിരിക്കാനോ ഈ 96 അടിയിൽ നിന്ന് 95 അടിയിലേക്കോ 36 അടിയിൽ നിന്ന് 30 അടിയിലേക്കോ 12 അടിയിൽ നിന്ന് 10 അടിയിലേക്ക് പോലും അടുത്ത് നിൽക്കാൻ പറ്റാതെ എത്രത്തോളം അകന്നു മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ക്രൈസ്തവ മിഷണന്മാർ തന്നെയാണ്. അതിന് നിങ്ങൾക്കിപ്പോൾ എന്തോ വലിയൊരു ക്രൈസ്തവ മിഷണന്മാർ എന്തോ പാതകം ചെയ്ത പോലൊക്കെയാണ് ചില ഹിന്ദുത്വവാദികൾ, ശശികല ടീച്ചറിനെ പോലുള്ളവരൊക്കെ വിളിച്ചു പറയുന്നത്. എന്തോ പാതകം ചെയ്തെന്നുള്ളത്. കാരണം നിങ്ങൾക്ക് അടുത്തേക്ക് വന്ന്, നിങ്ങളുടെ അടുത്തേക്ക് വന്ന്, അടിമകളായി കിടക്കുന്നവരുടെ അടുത്തേക്ക് വന്ന് ഒരു സ്നേഹത്തിൻ്റെ രീതിയിൽ, സ്നേഹത്തിൻ്റെ ആദ്യ വാക്കുകൾ, കരുണയുടെ സ്വരം ആദ്യമായി കേട്ടിട്ടത് അവരുടെ ചെവികളിൽ എത്തിയത് ക്രൈസ്തവ മിഷണന്മാർ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്രകാരം മഹത്തരവും അഭിലഷണീയവുമായ മാറ്റം കൊണ്ടുവന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ പ്രേരണ എന്താണ്? അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ ദൈവത്തിന് വിധേയപ്പെട്ട് ഞങ്ങൾ പറയട്ടെ, ഈ രാജ്യത്തെ ഹിന്ദുക്കളും സുറിയാനികളും നിങ്ങളോട് പറയും അത് മിഷണന്മാരുടെ പ്രവർത്തനം കൊണ്ടാണെന്ന്. തീർച്ചയായും അവർ പറയുന്നത് ശരിയാണ്. ഈ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന മനുഷ്യരെ ആദ്യം തേടിയെത്തിയത് മിഷണറിമാരാണ്. അതെ, ഈ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് അവരോട് സംസാരിച്ചത് മിഷണറിമാരാണ്. സ്നേഹത്തിൻ്റെ ആദ്യ വാക്ക്, കരുണയുടെ സ്വരം ആദ്യം അവരുടെ ചെവികളിൽ പതിച്ചത് മിഷണറിമാരുടെ ചുണ്ടുകളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ അടിമത്വവും അയിത്തവും അകന്നു നിൽക്കുകയും ചെയ്തിരുന്ന സമയത്ത് ക്രൈസ്തവ മിഷണറിമാർ ഈ അവഗണിക്കപ്പെട്ട് 12 അടി 90 അടി 36 അടി 96 അടിയൊക്കെ മാറി ദൂരെ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ ഉള്ളില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മോശമായ വാക്കുകൾ പറഞ്ഞതുകൊണ്ടാണല്ലോ അവരുടെ ചെവിയിൽ ആദ്യമായിട്ട് കരുണയുടെ സ്വരം, സ്നേഹത്തിൻ്റെ വാക്ക് ചെന്നത് ക്രൈസ്തവ മിഷണറിമാരുടെ ചുണ്ടിൽ നിന്ന് അവരുടെ ചെവികളിൽ എത്തിയത്. അതുവരെ പേര് വിളിച്ചും ജാതി വിളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തിയവർക്ക് സ്നേഹത്തിൻ്റെ വാക്കുകളെ പകർന്നു കൊടുത്തത്, സ്നേഹത്തിൻ്റെ സ്വരം അവരുടെ ഉള്ളിലേക്ക് വന്നത് ക്രൈസ്തവ മിഷണന്മാർ ഉള്ളത് കൊണ്ട് തന്നെയാണ്. സ്വാമി ചിദാനന്ദപുരി അതൊരു വിഡ്ഢിത്തമാണെന്ന് പറയുന്നത്. കാരണം എന്താ അറിയോ? വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതെ, ദൈവമക്കളായി നിൽക്കുന്നവർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ സ്നേഹവും അനുകമ്പയും അവരോട് കാരുണ്യത്തിൻ്റെ വാക്കുകളും ഒക്കെ പറയാൻ തുടങ്ങും. അങ്ങനെ ക്രൈസ്തവ മിഷണന്മാർ ഈ ഭാരതത്തിലേക്ക് വന്നപ്പോൾ അവർ കണ്ടത് വളരെ മോശപ്പെട്ട ജീവിതമായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയും, അല്ല ആഠ്യരായി നിങ്ങൾ തന്നെ ഉയർന്ന ജാതിക്കാരെന്ന് പറയുന്നവരെക്കാൾ മെച്ചത്തിലായിരുന്നു താഴ്ന്ന ജാതിക്കാർ. നിങ്ങൾ പറയുന്ന, നിങ്ങളുടെ പുസ്തകങ്ങൾ പ്രകാരം പറയുന്ന താഴ്ന്ന ജാതിക്കാർ വളരെ ഉയർന്ന നിലയിലായിരുന്നു, അവർക്ക് അന്നേ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് തെളിയിക്കൂ. അത് ആവശ്യമാണല്ലോ. അപ്പൊ ഈ ഒരു ദൈവമക്കളായി ജീവിക്കുന്ന ഇവർക്ക് മറ്റുള്ളവരും ദൈവമക്കളാണ്, അവരോട് ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിലേക്ക് എത്തുവാൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, അവർ പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും അതിൻ്റെ ആഗ്രഹത്തോടെ പല മിഷണന്മാരെയും ചെന്നപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വരണ്ടെന്ന് മടക്കി വിട്ടവരുമുണ്ട്. അതുമൊക്കെ നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. സ്വാമി ചിദാനന്ദപുരി ചില കാര്യങ്ങൾ വിഡ്ഢിത്തമാണെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കത് വിഡ്ഢിത്തമായിട്ട് തോന്നും. അന്ന് പക്ഷെ അതല്ലായിരുന്നു. അടിമത്തത്തിൽ അടിമ പള്ളിക്കൂടവും മറ്റുള്ളതും പണിത അടിമകളെ മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പുളുങ്ങുന്നിലൊക്കെ അത് ഉണ്ടായിരുന്നു. കൊട്ടാര സ്കൂളെന്നൊക്കെ അറിയപ്പെടുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാതെ ഈ കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരോട് പലതും വിളിച്ചു പറയുമ്പോൾ ഒരു പഴയകാലം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കേരളത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച പ്രൊട്ടസ്റ്റന്റ് മിഷണന്മാർ സ്ഥാപിച്ച ആദ്യത്തെ സ്കൂളുകൾ പള്ളിയോടനുബന്ധിച്ചായിരുന്നില്ല. 1816 ആലപ്പുഴയിൽ റവറൻഡ് തോമസ് നോർട്ടനും 1817 കോട്ടയത്ത് റവറൻഡ് ബെഞ്ചമിൻ ബെയിലിയും സ്കൂളുകൾ ആരംഭിക്കുമ്പോൾ അവിടങ്ങളിൽ പള്ളി ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും അവരുടെ വാസസ്ഥലത്തിനടുത്താണ് സ്കൂളുകൾ ആരംഭിച്ചത്. കോട്ടയത്ത് ബെയിലി താമസിച്ച സ്ഥലം കര ഒഴിവായിട്ട് പതിച്ചു നൽകിയതിന് 1818 മെയ് 30 റാണി പാർവതിഭായി തുല്യം ചാർത്തിയ നീട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആദ്യമേ
പ്രൊട്ടസ്റ്റന്റ് മിഷന്മാർ സ്ഥാപിച്ച ആദ്യത്തെ സ്കൂളുകൾ പള്ളിയോടനുബന്ധിച്ചായിരുന്നില്ല. അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ സ്കൂളുകൾ ഇല്ലായിരുന്നു, പള്ളികളില്ലായിരുന്നു. അപ്പോൾ പള്ളികളിലെ അതിനോട് ചേർന്ന് തന്നെയാണ് പള്ളിക്കൂടം പണിത് അതിൽ നിന്നാണ് വിദ്യാഭ്യാസം തുടങ്ങിയതെന്ന് സ്വാമി ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പള്ളിയോട് ചേർന്ന് കൂടം പണിയാതെയും വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് സ്വാമി. മനസ്സിലായോ? നിങ്ങൾക്കതിന് സാധിച്ചില്ലായിരുന്നു, കാരണം നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ലായിരുന്നു, വിദ്യ അഭ്യസിപ്പിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ പുസ്തകങ്ങളിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ പാർവതിഭായി തുല്യം ചാർത്തിയ നീട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്: മിസ്റ്റർ ബെഞ്ചമിൻ ബെയ്ലി പാതിരി കോട്ടയത്ത് ചുങ്കത്തിൽ കുന്നിൽ ഒരു മംഗ്ലാവ് തീർപ്പിച്ചു. അവിടെ പാർത്ത് ധർമ്മപള്ളിക്കൂടം വെച്ച് പഠിപ്പിച്ചു വരുന്നു എന്നും ആ സ്ഥലത്തിന് പണ്ടാരവകയിൽ നിന്നും ഒരു ആധാരം കൊടുപ്പിക്കണമെന്നും ചോദിച്ചിരിക്കുന്നു. ഇപ്പോൾ മംഗ്ലാവ് വെച്ച് പാർപ്പിക്കുന്ന സ്ഥലം കരം ഒഴിവാക്കിയിട്ട് പതിച്ച് അനുഭവിച്ചു കൊള്ളത്തക്കവണ്ണം നമ്മുടെ സാധനം എഴുതി കെട്ടിച്ച് കൊടുത്തയച്ചു. ആയ അവസ്ഥയ്ക്ക് എഴുതി വരികയും വേണം. തിരുവിതാംകൂർ നീട്ട് 993 ഇടവം. അപ്പോൾ ഈ തിരുവിതാംകൂർ നീട്ടത്തിൻ്റെ അകത്ത് പറയുകയാണ്, നീട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്: ബെഞ്ചമിൻ ബെയ്ലി പാതിരി കോട്ടയത്ത് ചുങ്കത്തിൽ കുന്നിൽ ഒരു മംഗ്ലാവ് തീർപ്പിച്ചിട്ടുണ്ട്. അവിടെ എന്താണ്? അവിടെ ആ ധർമ്മപള്ളിക്കൂടം വെച്ച് പഠിപ്പിച്ചു വരുന്നു. ക്രൈസ്തവ മിഷണറി തന്നെയായിരുന്നു ബെഞ്ചമിൻ ബെയ്ലി. അദ്ദേഹം ധർമ്മപള്ളിക്കൂടം വെച്ച് അവിടെ പഠിപ്പിച്ചു വരുന്നു. ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യയിൽ നിലവിലിരുന്ന പാരമ്പര്യ വിദ്യാഭ്യാസ പദ്ധതിക്ക് മാറ്റം വരുത്താനോ ഇന്ത്യക്കാർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനോ തുനിഞ്ഞില്ല. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥരുടെ സന്താനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഏതാനും സ്കൂളുകളും കൽക്കട്ടയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചത്. പ്രൊട്ടസ്റ്റന്റ് മിഷണറി സംഘടനകളാണ് നാട്ടുകാർക്ക് വേണ്ടിയുള്ള ഈ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചു നടപ്പാക്കിയത്. അവർ ലോകത്ത് എവിടെയെല്ലാം പ്രവർത്തിച്ചു അവിടെയെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിച്ചു. കാരണം പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർക്ക് ഇത് ഒരു അയിത്തമായിട്ട് അവരുടെ മുമ്പിൽ ഇല്ലായിരുന്നു. ആർക്കും വിദ്യാഭ്യാസം കൊടുക്കരുത് എന്നുള്ളതൊന്നുമില്ല. അവർ എവിടെയെല്ലാം സഞ്ചരിച്ചോ എവിടെയെല്ലാം പ്രവർത്തിച്ചോ അവിടെയെല്ലാം വിദ്യാഭ്യാസം അവർ കൊടുത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു. പല ആൾക്കാർ സ്കൂളുകൾ തീയിട്ട് നശിപ്പിച്ചു. അപ്പോൾ വീടിൻ്റെ മുറ്റത്തിരുത്തി വരെ അവർ വിദ്യാഭ്യാസം കൊടുത്തു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജാതിമത വർഗ വ്യത്യാസം നോക്കാതെ ഒരേ തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് ആദ്യമായി പരിശ്രമിച്ചത് ഡാനിഷ് മിഷണറിയായ ഡോക്ടർ ജോൺ ആയിരുന്നു. അന്ന് വരെ ജാതിമത വർഗ വ്യത്യാസം വെച്ചുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നതിനെ ഒരു തടയിട്ട് പലരും നിർത്തിയിരുന്നു. 1792 അദ്ദേഹം തഞ്ചാവൂരിലാണ് മിഷണറിയായിട്ട് വരുന്നത്. അവിടെയുള്ള തമിഴ് ബാലികാ ബാലന്മാരുടെ നിരക്ഷതയും അജ്ഞതയും പ്രാകൃതവും ദാരിദ്ര്യവും കണ്ട അനുകമ്പ തോന്നിയ ഡോക്ടർ ജോൺ കുറേ കുട്ടികളെ സംഘടിപ്പിച്ച് അവരെ പഠിപ്പിച്ചു. അതൊക്കെ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോഴത്തേനും കാണുന്ന കാര്യങ്ങളാണ്. അവരങ്ങനെ കുട്ടികളുടെ, കാരണം ദാരിദ്ര്യമൊക്കെ അനുകമ്പ തോന്നണമെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഒരു സ്നേഹം വേണം. അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോഴത്തേനും ദൈവമില്ലാത്തവന് ആരോടും ഒരു സ്നേഹം കാണത്തില്ല. അവൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സത്യദൈവം ഉള്ളിൽ വസിക്കുന്നവന് മാത്രമേ മറ്റുള്ളവരോട് കരുണ തോന്നത്തുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് കണ്ടപ്പോൾ ഡാനിഷ് മിഷൻ്റെ സഹായത്തോടെ മിഷൻ്റെ പരിധിയിൽ സൗജന്യ സ്കൂളുകൾ, ഫ്രീ സ്കൂള് ആരംഭിക്കുന്ന ഒരു പദ്ധതിക്ക് അദ്ദേഹം രൂപം കൊടുത്തു. നാട്ടുകാരെ പരിഷ്കൃതരാക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഈ പദ്ധതിക്ക് പണം സ്വരൂപിക്കുന്നതിന് 1806 അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. തിരികെ വന്ന് വളരെ നിശബ്ദനായി വിനയത്തോടെ ഒരു സൗജന്യ വിദ്യാലയം ആരംഭിക്കുകയാണ് ചെയ്തത്. സ്വന്തം നാട്ടിലേക്ക് പോയിട്ട് തിരികെ വന്ന് അവിടെ ഒരു വിനയത്തോടെ ഒരു സൗജന്യ വിദ്യാലയമൊക്കെ ആരംഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ പോയി അദ്ദേഹത്തിനുള്ളതെല്ലാം ചിലപ്പോൾ വിറ്റിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിന്ന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മേടിച്ചുകൊണ്ടായിരിക്കാം. ഇന്നിപ്പം ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന പോലെ പറ്റത്തില്ലല്ലോ. പക്ഷെ അതിലുണ്ടായ വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ പെട്ടെന്ന് തമിഴ് കുട്ടികളുടെ എണ്ണം 80 ഉയർന്നു. എല്ലാ ജാതിയിലും പെട്ട പാവപ്പെട്ട രക്ഷിതാക്കൾ അവരുടെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി വന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്കൂളുകളുടെ സംഖ്യ 20. പഠിച്ച കുട്ടികളുടെ അല്ല, സ്കൂളുകളുടെ സംഖ്യ 20. തമിഴ്നാട്ടിൽ അദ്ദേഹം തുടങ്ങിയതാണ്.
1792 ഒരു മിഷണറി ആയിട്ട് വന്ന അദ്ദേഹം തമിഴ് ബാലികാ ബാലന്മാരുടെ അവസ്ഥകളെ കണ്ടുകൊണ്ട് ഇത്രത്തോളം മനോഹരമായ രീതിയിൽ വളരെ നിശബ്ദയോടെ സ്കൂള് തുടങ്ങി. അല്ല, ഇവർക്ക് എന്ത് ലാഭം കിട്ടുമായിരുന്നു? എന്ത് ലാഭം കിട്ടുമായിരുന്നു? അവരുടെ ഒന്നുമില്ല കൊടുക്കാൻ. അവരുടെ ഒന്നുമില്ല. അവർക്ക് കൊടുക്കാനുള്ളത് ആർക്ക്? അവിടെയുള്ള തമിഴരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ളത് വേറെ ഒന്നുമില്ലായിരുന്നു. അടിമകളായിരുന്നല്ലോ. അവർക്ക് കൊടുക്കാനുള്ളത് സ്വന്തം കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാന്നുള്ള ഉള്ളിലെ ആഗ്രഹം ഈ മിഷണറിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം സാധിച്ചു കൊടുത്തു. അതുകൊണ്ടാണല്ലോ അത്രയും വന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? തമിഴ്നാട്ടിൽ ജാതിഭേദ ചിന്ത വളരെ അധികമായിട്ടുണ്ടായിരുന്നെങ്കിലും ഐത്താചാര്യം കേരളത്തെ പോലെ തീവ്രമല്ലാതിരുന്നത് കൊണ്ട് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ബ്രാഹ്മണരും ശൂദ്രരും ക്രിസ്ത്യാനികളും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ തയ്യാറായി. അപ്പോൾ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ തീവ്രത എവിടെ ഇല്ലായിരുന്നു? തമിഴ്നാട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് പറ്റി? ബ്രാഹ്മണർക്കും ശൂദ്രർക്കും ക്രിസ്ത്യാനികൾക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ തയ്യാറായി. അവർ ഒരുമിച്ചിരുന്നു. അതുപോലെ പറയർക്ക് വേണ്ടി ആരംഭിച്ച സ്കൂളുകളിൽ ശൂദ്രനും ക്രിസ്ത്യാനികളും മുഹമ്മദിയരും പഠിക്കാൻ വന്നു. അപ്പോൾ ഇന്ന് കാലത്തിൻ്റെ ഇപ്പം ഇരുന്നു കൊണ്ട് ഇതൊരു വിഡ്ഢിത്തമാണെന്നൊക്കെ പറയുമ്പോൾ, ക്രൈസ്തവ മിഷന്മാർ ചെയ്ത വിഡ്ഢിത്തമാണെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പുറകോട്ടുകൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒരുമിച്ചിരുന്ന് പഠിക്കാൻ ഇപ്പോൾ സ്വാമി ചിദാനന്ദപുരി ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലേക്ക് കുറേ ആൾക്കാർ ഒരുമിച്ചിരുന്ന് വന്നിരുന്ന് താങ്കളുടെ പ്രഭാഷണം കേൾക്കാനൊക്കെ ഉണ്ടായ കാരണങ്ങളൊക്കെ തന്നെ ക്രൈസ്തവ മിഷന്മാർ കൊടുത്ത വിദ്യാഭ്യാസത്തിൻ്റെ ഫലം തന്നെയാണ് സ്വാമി, വേറെ ഒന്നുമല്ല. ഇനി കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം, ഡോക്ടർ സാമുവൽ നെല്ലുമോൾ എഴുതിയ കേരളത്തിലെ സാമൂഹിക പരിവർത്തനം എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിൻ്റെ പുറം 174-75 ഇങ്ങനെയാണ് പറയുന്നത്. ഡോക്ടർ ജോണിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനം മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. 1813 അപ്രതീക്ഷിതമായി അദ്ദേഹം മരിച്ചപ്പോൾ കൽക്കട്ട ഗസറ്റിൽ അദ്ദേഹത്തെപ്പറ്റി വന്ന ഒരു ലേഖനത്തിൻ്റെ ഭാഗം ഇങ്ങനെയാണ്: എല്ലാത്തിനും ഉപരിയായി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യയിലെ നാട്ടുകാരായ കുട്ടികളുടെ വിദ്യാഭ്യാസമായിരുന്നു. അത് അവരുടെ ധാർമ്മികമായ പുരോഗതിക്ക് സഹായിക്കുമെന്ന് അദ്ദേഹം കരുതി. തൻ്റെ ഫ്രീ സ്കൂൾ പദ്ധതി ഇന്ത്യയിൽ എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുള്ള രൂപരേഖ തയ്യാറാക്കി എല്ലാ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കും പ്രവേശനം നൽകണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരികൾക്കെല്ലാം തൻ്റെ പദ്ധതിയുടെ രൂപരേഖ സമർപ്പിക്കാൻ തയ്യാറെടുത്തു വരുമ്പോൾ 1813 അദ്ദേഹം അന്തരിച്ചു. ഡോക്ടർ സാമുവൽ നെല്ലുമുകൾ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം പുറം 174-175 ഇതിൻ്റെ അകത്താണ് പറയുന്നത്. അദ്ദേഹം സ്കൂള് തുടങ്ങിയിട്ട് വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. പ്രീ സ്കൂൾ ഇന്ത്യയിൽ എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. കാരണം എന്താ? ഒരുമിച്ച് എല്ലാവരും ഒരുപോലെ ഇരിക്കും. അവിടെ ജാതിയില്ല, അയിത്തമില്ല, ചിന്തയില്ല, മറ്റുള്ള ഒന്നുമില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അദ്ദേഹം തുടങ്ങിയിരിക്കുന്ന സ്കൂളിലേക്ക് ആ സ്നേഹത്തിൽ സകല ജാതികളുമായിട്ടുള്ളവർക്ക് ഒരുമിച്ച് കൂടുവാൻ ഇവിടെ ആ ഒരു മിഷണറിക്ക് ഭാഗ്യം ദൈവം കൊടുത്തു. അദ്ദേഹം തുടങ്ങി വെച്ചെങ്കിലും അദ്ദേഹത്തിന് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാം അദ്ദേഹം ചെയ്തു. ആദ്യമേ തുടങ്ങി വരുമ്പോഴത്തേനും ഉണ്ടാകുന്ന എതിർപ്പുകൾ എല്ലാവർക്കും അറിയാമല്ലോ. വലിയ എതിർപ്പുകളായിരിക്കും ഏത് വിഷയത്തിൽ. പക്ഷേ ആ എതിർപ്പുകളെ മൊത്തം അതിജീവിച്ചുകൊണ്ട് കടന്നു വരുവാൻ അവർക്ക് അവിടെ ഒരു ധൈര്യം ലഭിച്ചത് യേശുക്രിസ്തുവിലുള്ള സ്നേഹം തന്നെയാണ്. ആ മിഷണറിമാർക്ക് കിട്ടിയ സ്നേഹം ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹമാണ്. ആ ക്രിസ്തുവിൽ നിന്നുള്ള ധൈര്യമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? മുമ്പോട്ട് വരിക തന്നെ ചെയ്തു. അടിമപ്പള്ളിക്കൂടം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇഞ്ചിയൻ രവി എഴുതിയിരിക്കുന്ന കാണാത്ത കേരളം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേജ് 20-21 വായിച്ചു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? അടിമ സ്കൂൾ നിർമ്മിക്കാൻ ജോർജ് മാത്തന് ആര് സ്ഥലം നൽകിയില്ല. ഒടുവിൽ പള്ളിക്കടുത്തുള്ള ഈഴോമുറി പുരയിടത്തിൻ്റെ ഉടമ അവിടെ ഒരു ചെറിയ ഷെഡ് കെട്ടാൻ അനുവാദം നൽകി. മുളയും ഓലയും കൊണ്ട് ഒരു ഷെഡ് നിർമ്മിക്കപ്പെട്ടു. സവർണ കുട്ടികളെ മുമ്പ് അക്ഷരം പഠിപ്പിച്ചിരുന്ന പോത്തനാശാനെ അടിമ സ്കൂളിൻ്റെ അധ്യാപകനായി നിയമിച്ചു. ഇരുന്നു പഠിക്കാൻ സ്ഥലവും പഠിപ്പിക്കാൻ ഗുരുവും ഉണ്ടായെങ്കിലും പഠിക്കാൻ അടിമക്കുട്ടികൾ എത്തിയില്ല. ഒടുവിൽ അടിമോദ്ധാരണ മിഷൻ വളരെ ദിവസം പരിശ്രമിച്ച് 10-12 ആൺകുട്ടികളെയും 2 പെൺകുട്ടികളെയും അടിമ സ്കൂളിൽ ചേർത്തു. രാത്രിയായിരുന്നു പഠനം. പകൽ കുട്ടികൾക്കും അടിമപ്പണിയായിരുന്നുവല്ലോ. ഇഞ്ചിയൻ രവി എഴുതിയ കാണാത്ത കേരളം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേജ് 20-21 പറയുന്നത്. ഇങ്ങനെ അടിമ സ്കൂളുകൾ ഈ കേരളത്തിലുണ്ടായിരുന്നു. അതിനൊരു ഇത് വരാനുള്ള കാരണം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം.
പകൽ മുഴുവനും കുട്ടികൾ വരെ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ മാത്രമായിരുന്നു പഠനം. ഇപ്പോൾ പല ആൾക്കാരും വിളക്ക് നടുക്ക് വെച്ചിട്ട് വട്ടം കൂടിയിരുന്ന് പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചോണം. ക്രൈസ്തവ മിഷന്മാരായിട്ടുള്ളവർ വന്നതിന് ശേഷം പഠിച്ച പല ആൾക്കാരും രാത്രിയിലിരുത്തി പഠിപ്പിച്ചത് ഒരു തീ കൂട്ടുക, അതിന് ചുറ്റുമിരിക്കുക, പഠിപ്പിക്കുക. അതിനെയൊക്കെ പ്രചോദനം കൊണ്ട് ഇന്ന് പല ആൾക്കാരും വൈകുന്നേരങ്ങളിൽ പല കലാപരിപാടികളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോ, തുടക്കം എവിടെ നിന്നായിരുന്നു എന്നുള്ളത്. അത് പകൽ കുട്ടികൾക്ക് പോലും അടിമപ്പണിയായിരുന്നെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ ദേശത്ത് ഏതൊക്കെ രീതിയിലാണെങ്കിലും പകൽ സമയങ്ങളിൽ പഠിക്കാനോ പഠിപ്പിക്കാനോ പഠിപ്പിക്കാൻ ആളുണ്ടെങ്കിലും പഠിക്കാൻ ആളില്ല, കുട്ടികളില്ല. അവർക്കെന്താണ്? അവർക്കൊരു രീതിയിലും പഠിക്കാൻ പകൽ സമയത്ത് പറ്റത്തില്ല. പകൽ സമയത്ത് അടിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമയുടെ കാൽക്കീഴിൽ എവിടെയാണോ അവർ പറയുന്നത് അവിടെ പോയി കുട്ടികൾ വരെ പണിയെടുക്കണമായിരുന്നു. ശരിയല്ലേ സ്വാമി ചിദാനന്ദപുരി? ഇത് ഞാൻ പറയുന്നതല്ല, ചരിത്രങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അനേകം എഴുതിയ പുസ്തകങ്ങളിൽ നിന്നാണ് പറയുന്നത്. സൗജന്യ വിദ്യാഭ്യാസം നൽകിയ ഡിമാൻഡുകൾ നിങ്ങൾക്ക് വേണ്ടി പല ആൾക്കാർക്ക് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. കൃഷ്ണാദി ആശാൻ എന്നൊക്കെ പറയുന്ന ആള് മഹാജനസഭയുടെ എന്ന് വെച്ചാൽ പുലയർ മഹാസഭ, മഹാജനസഭയുടെ ഒക്കെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ദിവാൻ മിസ്റ്റർ ബാനർജിക്കൊക്കെ ഒരു നിവേദനം അർപ്പിക്കുകയും അവരുടെ ആവശ്യം വേറെ ഒന്നും അല്ലായിരുന്നു. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് പൊതുവഴികളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തങ്ങളെ അനുവദിക്കുക. സർക്കാർ സ്കൂളുകളിൽ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് പ്രവേശനം, അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് KKS ദാസ് എഴുതിയ ദളിത് ജനതയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അത് പേജ് 52 ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. കൊച്ചി പുലയർ മഹാസഭ 1909 കൊച്ചിയിൽ സ്ഥാപിക്കപ്പെട്ടു. എറണാകുളം സെൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ 1909 കൂടിയ പൊതുസമ്മേളനം കൊച്ചി രാജ്യത്തെ പുലയരുടെ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. TK കൃഷ്ണമേനോൻ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം പ്രസിദ്ധനായ വക്കീലും ടൗൺ കൗൺസിലറുമായിരുന്നു. കൃഷ്ണാദി ആശാൻ മഹാജന സഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. സമ്മേളനം ദിവാൻ മാസ്റ്റർ ബാനർജിക്ക് ഒരു നിവേദനം സമർപ്പിക്കാൻ തീരുമാനിച്ചു. പൊതുവഴികളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തങ്ങളെ അനുവദിക്കുക. സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കുക. പ്രൈമറി സ്കൂളുകളും സാങ്കേതിക പരിശീലന സ്കൂളുകളും വേണ്ടി ആരംഭിക്കുക. നിശ്ചിത ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകുക തുടങ്ങിയ ഡിമാൻഡുകളാണ് ഉന്നയിച്ചത്. അപ്പോൾ ഈ 1909 മുമ്പ് വരെ എന്തായിരുന്നു സ്വാമി ചിദാനന്ദപുരി? ഭയങ്കര വിഡ്ഢിത്വം എന്നൊക്കെ താങ്കൾ പറയുമ്പോഴത്തേന് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കുന്നതാണ്. കാരണം സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പൊതുവഴികളിൽ സഞ്ചരിക്കാൻ, സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾക്ക് പ്രവേശനം, പ്രൈമറി സ്കൂളുകളിലും സാങ്കേതിക പരിശീലന സ്കൂളുകളും അവർക്ക് വേണ്ടി ആരംഭിക്കണം. നിശ്ചിത ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകുക. ഇതെല്ലാം ഡിമാൻഡുകൾ ഉന്നയിച്ചത് അതിനു മുമ്പുണ്ടെങ്കിൽ 1909 മുമ്പ് ഈ പറയുന്ന വിഭാഗത്തിന് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ അവർ ഈ നിവേദനം വെക്കേണ്ട കാര്യമുണ്ടോ സ്വാമി ചിദാനന്ദപുരി? അതിനുമെല്ലാം മാറ്റങ്ങൾ ഉണ്ടായത് ക്രൈസ്തവ മിഷന്മാർ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇനി KKS ദാസ് എഴുതിയ ദളിത് ജനതയുടെ സ്വാതന്ത്ര്യ സമരം പേജ് 41 നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ്: സ്കൂൾ പ്രവേശനത്തിൻ്റെ പ്രഖ്യാതങ്ങൾ. അയിത്തക്കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിക്കപ്പെട്ടതിനെതിരെ വമ്പിച്ച പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. നെയ്യാറ്റിൻകര ഊരാട്ടമ്പലം സ്കൂളും പുല്ലാട് സ്കൂളും അയിത്തജാതികളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിച്ചതിനെതിരെ പ്രതിഷേധ സമരം ഉയർത്തിയതിൻ്റെ സ്മാരക കേന്ദ്രങ്ങളാണ്. വേങ്ങാനൂർ ചാവടി സ്കൂളിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പാൻ ചെന്ന അയ്യങ്കാളിക്കും സാധുജന പരിപാലന സംഘം പ്രവർത്തകർക്കും കലാപത്തെ നേരിടേണ്ടി വന്നു. എന്നാൽ സർക്കാർ ഉത്തരവ് കർശനമായി പാലിക്കാൻ അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ മിച്ചൽ നിർദ്ദേശിച്ചപ്പോൾ ജാതി മേധാവിത്വ ശക്തികളും വിദ്യാർത്ഥികളും സ്കൂൾ ബഹിഷ്കരിച്ചു. ഊരാട്ടമ്പലം സ്കൂൾ അധസ്ഥിത വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിച്ചതിൽ ക്ഷുഭിതരായി യാഥാസ്ഥികർ പള്ളിക്കുടം തീവച്ച് നശിപ്പിച്ചു. ഇതിന് ശേഷമാണ് അയ്യങ്കാളി സ്കൂൾ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് എത്തുന്നത്. അത് ഈ പുസ്തകത്തിൽ തന്നെ ദളിത് ജനതയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന പേജ് 41 ആ പേജിൽ തന്നെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അയിത്തക്കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നടത്തിയതിൻ്റെ
സ്മാരക കേന്ദ്രങ്ങളാണ് സ്വാമി ചിദാനന്ദപുരി, ഊരാട്ടമ്പലം സ്കൂളും പുല്ലാട് സ്കൂളും ഒക്കെ. കാരണം അയിത്തജാതിയിൽപ്പെട്ടവർക്ക് എന്താണ്, വിദ്യാഭ്യാസം പാടില്ല. അതുകൊണ്ടാണല്ലോ യാഥാസ്ഥികരായിട്ടുള്ളവര്, വലിയ ഉയർന്നു നിൽക്കുന്ന, നിങ്ങൾ പറയുന്ന ഉയർന്ന നിലയിൽ നിൽക്കുന്നവർ, പള്ളിയോട് ചേർന്നുള്ള കൂടം തീ വെച്ച് നശിപ്പിച്ചത്. പിന്നെ പള്ളി എന്നുള്ള വാക്ക് എവിടുന്നൊക്കെയാണ് വന്നതെന്ന് താങ്കൾ വിശദീകരിക്കുന്നുണ്ട്. ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ അത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം, ഡോക്ടർ സാമുവൽ നെല്ലുമോൾ സാർ എഴുതിയിരിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൻ്റെ 198 ഇങ്ങനെയാണ് പറയുന്നത്: കോളേജ് പോലെ ഗ്രാമർ സ്കൂളുകളും ബോർഡിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. ജാതി അയിത്തം എന്നീ പ്രശ്നങ്ങൾ മൂലം ക്രിസ്ത്യാനികളോടൊപ്പം നായർ കുട്ടികൾക്ക് താമസിക്കാൻ സാധിക്കുമായിരുന്നില്ല. 1824 ഒരു നായർ വിദ്യാർത്ഥി ഗ്രാമർ സ്കൂളിൽ ചേർന്നു. അയാൾ വീട്ടിൽ നിന്നും ദിവസവും വന്ന് പഠിക്കുകയായിരുന്നു. 1826 ഏതാനും നായർ കുട്ടികൾ കൂടി ചേർന്നു. അവരും ബോർഡിംഗ് ചേർന്നതല്ല പഠിച്ചത്. ആകെ 70 കുട്ടികൾ ഗ്രാമർ സ്കൂളിൽ അന്ന് പഠിച്ചിരുന്നു. 1828 നായർ വിദ്യാർത്ഥികളുടെ എണ്ണം 6 ആയി. ഡോക്ടർ സാമുവൽ നെല്ലുമോൾ എഴുതിയിരിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം പുറം 198. കോളേജ് പോലെ തന്നെ ഗ്രാമർ സ്കൂളും ബോർഡിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ജാതിയയിത്തമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ക്രിസ്ത്യാനികളോടൊപ്പം നായർ കുട്ടികൾക്ക് താമസിക്കാൻ അനുവാദമൊന്നും ഇല്ലായിരുന്നു. അവിടുന്ന് ഇങ്ങനെ ഒരു സ്കൂള് തുടങ്ങാൻ, ഇംഗ്ലീഷ് ഗ്രാമർ സ്കൂള് തുടങ്ങാൻ, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ, ചില ആൾക്കാരൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയായിരുന്നെന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ സ്വന്തം പേര് ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങി. കാന്തപുരത്തിൻ്റെ ആൾക്കാരൊക്കെ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയ കാലം എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതെങ്കിലും രീതിയിൽ ഇവിടെയുള്ള മനുഷ്യർക്ക് ഒരു മൂല്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്രൈസ്തവ മിഷന്മാർ കൊടുത്തത് തന്നെയാണ് സ്വാമി ചിദാനന്ദപുരി. പള്ളിയോട് ചേർന്ന് കൂടം, എന്ത് വിഡ്ഢിത്തമാണല്ലേ. അതെ, പള്ളിയോട് ചേർന്ന് കൂടം പണിതുകൊണ്ടാണ്, പള്ളിക്കൂടം ആയതുകൊണ്ടാണ് താങ്കൾക്കിപ്പോൾ ഒരു വിഡ്ഢിത്തം എന്ന് പറയാൻ പറ്റിയത്. കാരണം എഴുത്തും വായനയൊക്കെ മനസ്സിലാക്കി എടുക്കണമല്ലോ. സ്കൂളില് അയിത്തം വേണ്ട എന്ന് പറഞ്ഞത് മിഷന്മാർ തന്നെയാണ്, അത് വേറെ ആരുമല്ല. അത് സ്കൂളിൽ അയിത്തം വേണ്ട എന്ന് പറഞ്ഞതും ഈ മിഷന്മാർ തന്നെയാണ്. ഡോക്ടർ സാമുവൽ നെല്ലുമോൾ എഴുതിയിരിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 205 പേജിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: 1836 ജനുവരി 24 നോർട്ടൺ വള്ളത്തുമാറ്റി എന്ന സ്ഥലത്തെ സ്കൂൾ സന്ദർശിക്കാൻ ചെന്നപ്പോൾ 3 നായർ കുട്ടികൾ 3 കുട്ടികളിൽ നിന്നും അകന്നിരിക്കുന്നത് കണ്ട് മാസ്റ്ററോട് ചോദിച്ചു, അവർ മറ്റു കുട്ടികളുടെ കൂടെ ഇരിക്കാത്തത് എന്താണ്? അവർ ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ്. അവരുടെ മാംസം, അപ്പം നോട്ടർ ചോദിക്കുകയാണ്, അവരുടെ മാംസം, തൊലി, രക്തം മുതലായവയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ മറ്റേ അധ്യാപകനൊന്നും പറയാനില്ല. എന്താണ് പിന്നെ വ്യത്യാസം? മാസ്റ്റർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഇത്തരം ആചാരങ്ങളുടെ അർത്ഥശൂന്യതയെപ്പറ്റി നോർട്ടൺ അവരോട് സംസാരിച്ചു. കാരണം അവരുടെ മാംസത്തിനോ തൊലിക്കോ രക്തത്തിനോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണെന്ന് പറയുന്നത് അവർ ഉയർന്ന ജാതിയിൽപ്പെട്ടവരോടാ മാറിയിരിക്കുകയാണ്, അകന്നു മാറിയിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ പാടില്ല. അതിന് വരെ ഒരു മാറ്റം കൊടുത്ത ആരാണ്? ആ ക്രൈസ്തവ മിഷന്മാർ തന്നെയാണ്. അതിൽ സ്വാമിജിക്കൊക്കെ ഇപ്പോൾ ഒന്ന് അഭിമാനിച്ച് നടക്കാം കേട്ടോ. സ്വാമിജിക്കൊക്കെ ആ ഒരു അർത്ഥശൂന്യത ഉണ്ടല്ലോ. ഇത്തരം ആചാരങ്ങൾ അകന്നിരിക്കണം, ഇത്ര അടി മാറി നിൽക്കണം, പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ അർത്ഥശൂന്യതയിൽ നിന്നും നല്ലൊരു രീതിയിലേക്ക് വരുവാൻ നിങ്ങൾക്കൊക്കെ ഒരു സഹായം, ഒരു പ്രചോദനം ലഭിച്ചത് ക്രൈസ്തവ മിഷന്മാരിൽ നിന്ന് തന്നെയാണ് സ്വാമി. പിന്നെ ഈ സ്ത്രീകളെ വിദ്യാഭ്യാസത്തിന് അയക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയകളിലെല്ലാം നിങ്ങൾ സഞ്ചരിക്കുന്നവർക്കറിയാം, സ്ത്രീകളെയും അയക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഇനി ആദ്യത്തെ പെൺപള്ളിക്കൂടം എന്ന് പറയുന്നത് എവിടെ ആയിരുന്നു അറിയാമോ? കോട്ടയത്ത് തന്നെയായിരുന്നു. കോട്ടയത്ത് റവറൻഡ് ബെഞ്ചമിൻ ബെയ്ലിയുടെ പത്നി മിസ്സിസ് എലിസബത്ത്, അവർ കോട്ടയത്തെ സ്വന്തം ഭവനത്തിൽ 4 പെൺകുട്ടികളെ നിർത്തി പഠിപ്പിച്ചു. അതായിരുന്നു ആദ്യത്തെ
പെൺപള്ളിക്കൂടം എന്ന് പറയുന്നത്. പക്ഷെ ആ പെൺപള്ളിക്കൂടത്തിനെതിരായിട്ട് പല ആൾക്കാരും അന്നേ പ്രക്ഷോഭം തുടങ്ങി. ഇന്നുകൊണ്ട് പെൺകുട്ടികളെ അധികം പഠിപ്പിക്കണ്ട, 18 വയസ്സാകുമ്പോൾ നിക്കാഹ് ചെയ്ത് വിട്ടേക്കെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പെൺകുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണല്ലോ എന്നും പറഞ്ഞു. അതാണ് ഈ കാന്തപുരം പറഞ്ഞത്, പള്ളിയോട് ചേർന്ന് കൂടാം അവർ പണിതെന്ന് പറയുമ്പോഴത്തേനും ഇദ്ദേഹം ഇത് ചിന്തിക്കുന്നതിന് മുമ്പേ, നാളുകൾക്ക് മുമ്പേ ഇവരുടെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികളെ എന്ത് ചെയ്യണം, വിദ്യാഭ്യാസത്തിന് ആവശ്യമില്ല, അവർക്ക് വിദ്യാഭ്യാസം വേണ്ടാന്ന്. ഇവിടെ ക്രൈസ്തവ മിഷന്മാർ മുമ്പോട്ട് കടന്നു വന്നപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെയും പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, വിദ്യാഭ്യാസം വാരിക്കോരി കൊടുക്കുകയാണ് ഇത്. ബെഞ്ചമിൻ ബെയ്ലിയുടെ പത്നി മിസ്സിസ് എലിസബത്ത് 1818 കോട്ടയത്തെ അവരുടെ സ്വന്തം ഭവനത്തിൽ ആദ്യം 4 പെൺകുട്ടികളെ താമസിച്ച് പഠിപ്പിച്ചു. അടുത്ത വർഷം കുട്ടികളുടെ സംഖ്യ 12ആയി. കേരളത്തിലെ ആദ്യത്തെ പെൺപള്ളിക്കൂടം ഇതായിരുന്നു. 4 കുട്ടികളിൽ നിന്നും അത് 12 ആകണമെന്നുണ്ടെങ്കിൽ അവരുടെ അന്നത്തെ മാതാപിതാക്കൾക്ക് താല്പര്യമായി എൻ്റെ പെൺകുട്ടികളും എന്ത് ചെയ്യണം, വിദ്യാഭ്യാസം ആവശ്യമാണ് അവർക്ക്. അവർ നല്ലൊരു ജീവിതം ജീവിക്കണമെങ്കിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ആവശ്യമാണ്. ആ വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിൽ പിന്നെയും അടുത്ത തലമുറയിലേക്ക് വിദ്യാഭ്യാസം പകർന്ന് കൊടുക്കാൻ താല്പര്യമായി വന്നത് ക്രിസ്ത്യൻ മിഷണറിമാരും അവരുടെ ഭാര്യമാരും കേരളത്തിന് ചെയ്ത സംഭാവനകൾ തന്നെയാണ് സ്വാമി. അല്ലാതെ അതൊരു വിഡിത്തമായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, സ്വാമിയെ പോലുള്ളവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമില്ല. പള്ളിയോട് ചേർന്ന് കൂടം, അത് നമ്മളും കുറേ ആൾക്കാർ അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. ഇതാണ് സത്യം, ഇത് ചരിത്ര സത്യമാണ്. ഡോക്ടർ സാമുവൽ നെല്ലിമൂട് എഴുതിയിരിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന പുസ്തകത്തിൻ്റെ 481, 482 പുറം അതിൽ പറയാണ്. അതുപോലെ മിസ്സിസ് ഫെൻ, മിസ്സിസ് ബേക്കർ എന്നീ മിഷണറി വനിതമാരും അവരുടെ ബംഗ്ലാവുകളിൽ പെൺകുട്ടികളെ താമസിപ്പിച്ചു പഠിപ്പിച്ചു. കുട്ടികൾ എല്ലാം 12 വയസ്സിൽ താഴെയുള്ളവരായിരുന്നു. എഴുത്ത്, വായന, തയ്യൽ എന്നിവയാണ് അവരെ പഠിപ്പിച്ചിരുന്നത്. മനസ്സിലായോ? അവിടെ 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ. ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ, എൻ്റെ ഈ 85 കാലഘട്ടത്തിലൊക്കെ ജനിച്ചവർക്കൊക്കെ അറിയാം. പിന്നീട് ഇങ്ങോട്ട് സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പീരീഡ് തയ്യലായിരുന്നു. ശരിയല്ലേ? ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ മണ്ണൂർ, ഹരിപ്പാട് മണ്ണൂർ സ്കൂളിലൊക്കെ ഒരു പീരീഡ് എന്ന് പറയുന്നത് തയ്യലായിരുന്നു. അന്ന് 2ാം ക്ലാസ് മുതൽ തയ്യലുണ്ട്. ഇവിടെ 12 വയസ്സിൽ താഴെയുള്ളവർ 2ാം ക്ലാസ് മുതൽ നമുക്ക് തയ്യലുമൊക്കെ പഠിപ്പിക്കും. അതൊക്കെ മനോഹരമായിട്ടുള്ള ഓർമ്മയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കത് ഇല്ല. അപ്പോൾ ഇങ്ങനെ തയ്യലും മറ്റുള്ള എഴുത്തും വായനയും തയ്യലും എല്ലാം പഠിപ്പിച്ചതിൻ്റെ കാരണം എന്താ അറിയോ? അടിമത്തത്തിൽ കിടന്ന, പല സ്ഥലത്ത് മാറിയിരുന്ന് 12ഉം 36ഉം 96 മാറി നടന്ന് ജീവിച്ചിരുന്നവർക്ക് ഒരുമിച്ചിരിക്കാനുള്ള, അല്ലെന്നുണ്ടെങ്കിൽ അവരോട് 4 വാക്ക് സംസാരിക്കാൻ ഒരു കൈത്തൊഴിൽ പഠിപ്പിച്ചു കൊടുത്ത പോലും ക്രൈസ്തവ മിഷന്മാരാണ്. അടിമയല്ലാത്ത ഒരു തൊഴിൽ, പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന അടിമ എന്ന ആ രീതിയിൽ നിന്ന് പോകുമ്പോൾ ഒരു കൈത്തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് തയ്യൽ. മറ്റുള്ളവരുടെ വസ്ത്രം കൊണ്ടുവരുമ്പോൾ അത് തയ്ച്ച് നല്ല ഷെയ്പ്പോഴു തന്നെ കൊടുത്തുകൊണ്ടിരുന്നത് ഈ ക്രൈസ്തവ മിഷന്മാർ എന്ത് ചെയ്ത്, മിഷണറി വനിതമാർ അവരുടെ ബംഗ്ലാവുകളിൽ കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിച്ചതിൻ്റെ ഫലം തന്നെയാണ്. അത് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി മദ്രാസ് ചർച്ച് മിഷണറി റെക്കോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. 1853 നോർമൽ സ്കൂളിലെ പരീക്ഷ നടത്തിയ റവറൻഡ് ജോർജ് മാത്തൻ ഇങ്ങനെ എഴുതി: സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യവും പ്രാധാന്യവും ഇനിയും ഈ നാട്ടിലെ ഭൂരിഭാഗം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. സ്ത്രീകളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത് അപകടമാണെന്ന് ചിന്തിക്കുന്നവരാണ് ഏറെയും. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും വലിയ തടസ്സം ശൈശവ വിവാഹമാണ്. 12ഉം 13ഉം വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ വിടാൻ രക്ഷകർത്താക്കൾക്ക് മടിയാണ്. ഈ വിദ്യാഭ്യാസത്തിലേക്ക് അവർ വരാതിരിക്കാനുള്ള കാരണം എന്താ? 12ഉം 13ഉം വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ മടിയെന്ന് വെച്ചാൽ ശൈശവ വിവാഹം തന്നെ. പക്ഷേ സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് വളരെ ആവശ്യവും പ്രാധാന്യമുള്ളതാണ്. അത് ഈ കാലഘട്ടത്തിലും ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊരു വിഡിത്തമായിട്ട് തോന്നരുതേ. സ്വാമി പറയുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സ്വാമി ഇവിടെ വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് ക്രൈസ്തവ മിഷന്മാരാണ്. ശരിയല്ലേ ഇത്?
അതിനു മുമ്പ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഇത് സ്ഥാപിക്കേണ്ട കാര്യമില്ലായിരുന്നു. വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അത് ഇല്ലാത്തതുകൊണ്ട് തന്നെയല്ലേ ഇത് ചെയ്തത്. ഇനി യോഗ്യതകളനുസരിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യവും പ്രാധാന്യം നേരിട്ട് മനസ്സിലാക്കിയ പല സംഭവങ്ങളുമുണ്ട്. അത് ഡോക്ടർ സാമുവൽ നെല്ലുകൊണ്ട് എഴുതിയിരിക്കുന്നത് കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം പുറം 488 489 അകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 1854 നോർമൽ സ്കൂളിലെ പരീക്ഷകൾ നടത്തിയ ശേഷം തൻ്റെ അഭിപ്രായം ജോർജ് മാത്തൻ ഒന്നുകൂടി ഉറപ്പിച്ചു. ഇന്ത്യയിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യവും പ്രാധാന്യവും നേരിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സന്ദർഭമായിരുന്നു നോർമൽ സ്കൂളിലെ പരീക്ഷ. മൊത്തം 54 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. 7 മുതൽ 15 വയസ്സ് വരെയുള്ളവർ, എല്ലാവരും താമസിച്ച് പഠിക്കുന്നവർ. കുട്ടികൾ നന്നായി വായിക്കുകയും ഉത്തരം എഴുതുകയും ചെയ്തു. നമ്മുടെ നാട്ടുവിദ്യാഭ്യാസത്തിൻ്റെ സമ്പ്രദായം വളരെ തരം താഴ്ന്നതും ദുഷിച്ചതുമാണ്. സ്ത്രീ വിദ്യാഭ്യാസം പാടെ നിരോധിച്ചിരിക്കുന്നു. നോർമൽ സ്കൂളിൻ്റെ പ്രധാന ലക്ഷ്യം സാധിക്കാൻ 7 വർഷത്തോളം വേണ്ടി വന്നു. 1850 2 or 3 പേർ അധ്യാപികമാരാകാൻ യോഗ്യത നേടി. എന്നാൽ നാട്ടുകാരുടെ മനോഭാവം അനുകൂലമായിരുന്നില്ല. ഒരു നോർമൽ സ്കൂൾ എന്ന നിലയിൽ ഗ്രാമീണ സ്കൂളുകളിലേക്ക് അധ്യാപികമാരെ പരിശീലിപ്പിച്ചു വിടുക എന്ന അതിൻ്റെ മുഖ്യ ലക്ഷ്യത്തിന് ഇപ്പോൾ വലിയ പ്രാധാന്യമില്ലാതെ വന്നിരിക്കുന്നു. കാരണം സ്ത്രീകൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനോട് അനുകൂലിക്കുവാൻ ജനങ്ങൾ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അക്കാലത്ത് മിഷൻ പള്ളിക്കൂടങ്ങൾ പലതും ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന മിക്സഡ് സ്കൂളായി തീർന്നു. അവിടെയും പെൺപള്ളിക്കൂടങ്ങളിലും പഠിക്കുന്നവനാണ് അധ്യാപികമാരെ പരിശീലിപ്പിച്ചത്. നാട്ടുകാരുടെ മനോഭാവം മാറ്റിയെടുക്കുന്നതിൽ മിഷണറി വനിതമാർ വിജയിച്ചു. 1854 മിസ്സിസ് ജോൺസന്റെ നോർമൽ സ്കൂളിലെ 3 പേർ അധ്യാപികമാരായി ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ കേരളത്തിലെ സ്ത്രീകൾ ഉദ്യോഗത്തിൻ്റെ ആദ്യപടി കയറി. ഡോക്ടർ സാമുവൽ നെല്ലിമോൾ എഴുതിയിരിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം പുറം 488 489 എന്ന ഭാഗത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ കാര്യം മനസ്സിലായോ? സ്വാമി ക്രൈസ്തവ മിഷണറിമാർ വിദ്യാഭ്യാസം സ്കൂളുകൾ തുടങ്ങി, പള്ളിയോട് ചേർന്ന് കൂടം പണിതു. പള്ളിക്കൂടം അവർ സ്ഥാപിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമൊന്നുമില്ല. കാരണം എന്താണ്? ആ മിസ്സസ് ജോൺസന്റെ നോർമൽ സ്കൂളിലെ 3 പേർ അധ്യാപികമാരായി. അതുവരെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒളിച്ചും പത്ത് നടന്ന സ്ത്രീകൾക്ക് ഉദ്യോഗത്തിൻ്റെ ആദ്യപടി കയറി മുകളിലേക്ക് വരുവാൻ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന മിഷണറിമാർക്ക് സാധിച്ചു. എങ്ങനെ? ആ ക്രിസ്തുവിൻ്റെ സ്നേഹം അവരിലേക്ക് വന്നതുകൊണ്ട്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തു ചെയ്യാം? അനേകർ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പടിയിലേക്ക് വരുവാൻ അവരെ ദൈവം കരങ്ങളിൽ വഹിച്ചു. ഞങ്ങളതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് നായനും പൂർത്തി വരുത്തുന്നതുമായ ക്രിസ്തുവിന് ഞങ്ങൾ പൂർണ്ണമായിട്ടും നന്ദി പറയുന്നു. ആ നിസ്തുല്യ സ്നേഹം ഇവരിലേക്ക് വന്നതുകൊണ്ട്, മിഷണറിമാരിലേക്ക് വന്നതുകൊണ്ട്, അവരുടെ ഭാര്യമാരിലേക്ക് വന്നതുകൊണ്ട്, അവരുടെ കൂട്ടത്തിൽ വന്ന മറ്റുള്ളവരിലേക്ക് വന്നതുകൊണ്ട് ഈ കാണുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ സ്ത്രീകൾ ഉദ്യോഗത്തിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ കേരളത്തിലെ സ്ത്രീകൾ ഉദ്യോഗത്തിൻ്റെ ആദ്യപടി കയറിയത് 1854 ആ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ ധൈര്യത്തോടെ സ്ത്രീകൾക്ക് ഉദ്യോഗത്തിൻ്റെ ആദ്യം, കാരണം മറ്റുള്ളവരെ ആശ്രയിക്കാതെ ആ ജീവിതത്തിൽ നിന്ന് മാറി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവർക്ക് അധ്വാനിച്ചതിൽ നിന്നും കുഴി കുഴിച്ച് ഇത് വെച്ചിട്ട് ഇല വെച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറി ഉദ്യോഗത്തിൻ്റെ ആദ്യ പടിയിലേക്ക് കയറുവാൻ ക്രൈസ്തവ മിഷണറിമാർ വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇനി കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം ഡോക്ടർ സാമുവൽ നെല്ലുകൊണ്ട് പുറം 490 എന്ന് പറയുന്ന ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, എംബ്രോയിഡറി എന്നിവ കൂടാതെ അധ്യാപനം, പകർപ്പെഴുത്ത്, പ്രൂഫ് റീഡിംഗ് തുടങ്ങിയ പുതിയ തൊഴിൽ മേഖലകൾ സ്ത്രീകൾ തുറന്നു കിട്ടി. അങ്ങനെ അവർക്ക് സമൂഹത്തിൽ മാന്യത വർദ്ധിച്ചു. തയ്ക്കുക, എംബ്രോയിഡറി എന്നിവ കൂടാതെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ പകർപ്പെഴുത്ത് എന്നൊക്കെ, പകർപ്പെഴുത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഈ ഏറ്റുപദേശി എന്നൊക്കെ പറയുന്ന പോലെ പകർപ്പെഴുത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പ്രൂഫ് റീഡിങ്. അപ്പോൾ അവരുടേതായിട്ടുള്ള തൊഴിൽ മേഖലകൾ അവർ എന്തു ചെയ്തു? തുടങ്ങുവാൻ കാരണമായി.
നമ്മുടെയൊക്കെ ഈ സൂപ്പർ മാർക്കറ്റുകളൊക്കെ വന്ന് വലിയ വസ്ത്രവ്യാപാര മേഖലകളൊക്കെ വന്നപ്പോൾ പല ആൾക്കാരും അയ്യോ പെണ്ണ് ജോലിക്ക് പോകുന്നോ പോകണ്ട എന്നൊക്കെ പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഏത് രാജ്യത്തേക്കും കടന്നു പോകാൻ, ഏത് സ്ഥലത്തും പോയി അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർന്ന പദവിയിലേക്ക് എത്താൻ സ്ത്രീകൾക്കൊക്കെ ഒരു ധൈര്യം പകർന്നു കിട്ടിയത് ഈ ക്രൈസ്തവ മിഷന്മാർ കൊടുത്തതിൽ തന്നെയാണ്. അവർ മിഷൻ സ്കൂളുകൾ സ്ഥാപിച്ചു. അതിലേക്ക് സകല ജാതികളിൽ നിന്നുള്ളവർ പഠിക്കാൻ വന്നു. ആ പഠനത്തിൽ നിന്നും അനേകർക്ക് എന്ത് ചെയ്തു? വലിയ കാര്യങ്ങൾ തന്നെ കിട്ടി. അതുകൊണ്ട് എന്നെ കേട്ട നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത്, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ച അവർ, ക്രിസ്തുവിനെ പിന്തുടർന്ന് വന്നവർ, നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിട്ട് ആ ക്രിസ്തുവിനെ പിന്തുടർന്ന് വന്നവർ കാരണം കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടർന്നു. അത് തുറക്കുക മാത്രമല്ല, സകല ജാതികളിൽ നിന്നുള്ളവർ ഒരുമിച്ചിരുന്ന് അവർ എന്ത് ചെയ്തു? വിദ്യ അഭ്യസിക്കാൻ തുടങ്ങി. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു. അടുത്ത എപ്പിസോഡിൽ ഈ വിദ്യാഭ്യാസത്തിന് ഒരുമിച്ചിരുന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ തയ്യാറായിട്ട് വന്നവരോട് ഇവരൊക്കെ ചെയ്ത ക്രൂരതകളിലൂടെ നമ്മൾ അറിയണ്ടേ? ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ അത് വരും എപ്പിസോഡുകളിലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളോടെല്ലാവരോടും ഒന്ന് പറഞ്ഞില്ല, ഇതൊരു വിഡ്ഢിത്തമല്ലായിരുന്നു സ്വാമി ചിദാനന്ദപുരി. ഇത് ദൈവത്താൽ ചെയ്ത എല്ലാ രാജ്യങ്ങളിലും, ക്രൈസ്തവ മിഷന്മാർ കടന്നുപോയ എല്ലാ രാജ്യങ്ങളിലും ചെയ്ത, ആ രാജ്യത്തിന് വേണ്ടി ചെയ്ത, പ്രതിഫലമില്ലാതെ അവർ ചെയ്ത ഒരു വൻ കാര്യം തന്നെയാണ്. ഇന്നും ചരിത്രങ്ങൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവർക്ക് പറയാൻ സാധിക്കും. പലരും എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് വരും. എന്താണ്? തുടക്കത്തിലുള്ള അവസ്ഥകളിലെല്ലാം മാറിയല്ലോ, എല്ലാ പ്രതികൂലങ്ങളും മാറിയല്ലോ, ഇനി എല്ലാം ഞമ്മളാണ്, മൊത്തം ഞമ്മളാണ് ചെയ്തിരിക്കുന്നത് എന്നും പറഞ്ഞ് പലരും വരും. എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം ഞങ്ങൾ എടുക്കുന്നില്ല. മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെയും കൂടെ ഞങ്ങൾ മേടിച്ചു പറ്റുന്ന പക്ഷെ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, ഞങ്ങളൊരു എട്ടുകാലി മമ്മൂഞ്ഞല്ല. ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഞങ്ങൾക്ക് ധൈര്യത്തോട് പറയാൻ പറ്റും. സത്യക്രിസ്ത്യാനികളായി ഞങ്ങൾക്ക് ധൈര്യത്തോട് പറയാൻ പറ്റും. ഇവിടെ ഒരു വിദ്യാഭ്യാസമാണെങ്കിലും ഒരു ഹോസ്പിറ്റലാണെങ്കിലും മറ്റുള്ള എന്താണെങ്കിലും അത് ക്രൈസ്തവ മിഷന്മാർ കൊടുത്ത സംഭാവനകൾ തന്നെയാണ്. ഹോസ്പിറ്റലിൻ്റെ വിഷയത്തിലാണെങ്കിലും പല ആൾക്കാരും പലരെയും ചികിത്സിച്ചുകൊണ്ടിരുന്നതിൻ്റെ ചരിത്രം വരെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അപ്പോഴറിയാം എത്രത്തോളം ഒരു കാരുണ്യമില്ലാത്ത അവസ്ഥയിലായിരുന്നു പല ചികിത്സകളും. അതിൽ നിന്നൊരു മാറ്റമൊക്കെ കൊടുത്തത് ഞങ്ങൾക്ക് ധൈര്യത്തോടെ നട്ടല് നിർത്തി തല നിർത്തി എന്ന് പറയാൻ പറ്റും ക്രൈസ്തവ മിഷന്മാർ തന്നെയാണ്. അതെ, അളിഞ്ഞും പുളിഞ്ഞും കുഷ്ഠവും ബാധിച്ച് കിടന്നവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ കാലുകളെല്ലാം വെള്ളമൊഴിച്ച് മരുന്ന് വെച്ച് കെട്ടി വൃത്തിയാക്കി ആ നാറ്റത്തിൽ മുഖത്ത് മാസ്ക് പോലും വെക്കാതെ അല്ലെങ്കിൽ മുഖം മൂടി കെട്ടാതെ കടന്നു എന്ന് പലരും പ്രവർത്തിക്കുന്നു. ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അന്നും പ്രവർത്തിച്ചു, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അസൂര്യയുടെ കാലഘട്ടം ഒന്നും മറന്നു പോകരുതേ. അതിനൊക്കെ കാരണം ആരാന്നറിയോ? ആ നിസ്തുല്യ സ്നേഹനിധിയായ കർത്താവായ യേശു ക്രിസ്തുവാണ്. മരണത്തിന് ശേഷം ആത്മാവ് അലിഞ്ഞിരിഞ്ഞ് നടക്കുന്നു, ചിലരെ കുഴിയിലിട്ട് അടിക്കുന്നു. ആ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന ഒരു ജീവിതം. ആ ജീവിതത്തിലേക്ക് എന്നെ കേട്ട എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ളത്, ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം കർത്താവായ യേശു ക്രിസ്തു എന്ന നിസ്തുല്യ സ്നേഹം. ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതിരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിച്ച് ജീവിക്കുവാൻ എല്ലാവരെയും ദൈവം, സർവശക്തനായ ദൈവം, ത്രിയേക ദൈവം ധാരാളമായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണും വരെ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ.